സഖറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വചനത്തിലൂടെ പറയുകയാണ്, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ്, ആരാലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായിരിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു തീമതിലായി കർത്താവിൻ്റെ സംരക്ഷണമുണ്ട്. സഖറിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജെറുസലേമിനെ കുറിച്ചും ജെറുസലേമിൽ പാർത്തിരുന്ന ഇസ്രായേൽ ജനത്തിനുണ്ടായ അവരുടെ ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും ബാഹുല്യ നിമിത്തം മതിലുകളെല്ലാം ഇടിഞ്ഞു കടന്ന സാഹചര്യത്തിൽ കർത്താവ് തന്നെ പറയുകയാണ്, ദൈവം തന്നെ പറയുകയാണ്, ഞാൻ അതിനു ചുറ്റും ഒരു തീമതിലായിരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലതരത്തിലുള്ള മതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ തന്നെയും കർത്താവ് പറയുകയാണ്, ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെ ചൊല്ലി ഭാരപ്പെടേണ്ടുന്ന കാര്യമില്ല, ഞാൻ നിനക്ക് ചുറ്റും നിങ്ങൾക്ക് ചുറ്റും ഒരു മതിലായിരിക്കും. മതിലിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? മതില് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു സംരക്ഷണം, ശത്രുക്കളിൽ നിന്നുള്ള ഒരു സംരക്ഷണം, നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ കൃഷിയിടത്തിന് ചുറ്റും, പറമ്പിന് ചുറ്റും എല്ലാം നമ്മൾ മതിലെല്ലാം കെട്ടി സംരക്ഷിക്കാറുണ്ട്. കാരണം എന്താ? മറ്റ് യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും നമ്മുടെ ഭവനത്തിലോ നമ്മുടെ കൃഷിയിടത്തിലോ നമുക്കോ ഒന്നും ഉണ്ടാകാതെ വണ്ണം ഒരു സംരക്ഷണ ഭിത്തി നമ്മൾ നിർമ്മിക്കുക. ആയതുപോലെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഇവിടെ കർത്താവായ ആ ദൈവം, സർവശക്തനായ ദൈവം ഒരു തീമതിലായിട്ട് വെളിപ്പെടുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. തീമതിലെന്ന് പറയുമ്പോൾ തീ കൊണ്ടുള്ളൊരു മതില്. ആ മതിലിനുള്ളിൽ നാം സുരക്ഷിതരാണ്. ശത്രു നമ്മോട് എത്രമാത്രം പോരാടിയാലും എത്രമാത്രം നമ്മെ തകർത്ത് കളയാനായിട്ട് ശ്രമിച്ചാലും നമ്മെ വിട്ടുകൊടുക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ശത്രു എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുന്ന, നമുക്ക് ദോഷം ചെയ്ത, നമുക്ക് എതിരായി നിൽക്കുന്ന, നമുക്കെതിരായി ദൂഷണം പറഞ്ഞ, പരദൂഷണം പറഞ്ഞ അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ ശക്തികളുടെ, അന്ധകാര ശക്തികളുടെ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ഒരുപക്ഷെ നാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള നമുക്ക് ദ്രോഹം ചെയ്യുന്ന വ്യക്തികളിലൂടെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ആ വ്യക്തികളെ നമുക്ക് വെറുപ്പാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അവരിലൂടെ പ്രവർത്തിക്കുന്ന ഈ അന്ധകാര ശക്തികൾ മൂലം നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ അവരോട് ദേഷ്യം തോന്നാം. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് ചുറ്റും തീമതിലായി നിൽക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളപ്പോൾ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. തീ എന്ന് പറയുമ്പോൾ, അഗ്നി എന്ന് പറയുമ്പോൾ അഗ്നി ശുദ്ധീകരിക്കുന്നതാ. നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടുമുള്ള വേസ്റ്റ് എല്ലാം അല്ലെങ്കിൽ മാലിന്യങ്ങളെല്ലാം നമ്മൾ കത്തിച്ച് അതിനെ ചാരമാക്കി കളയാറുണ്ട്. അപ്പൊ തീ ഒരു അഗ്നിശോധന വരുത്തി ശുദ്ധീകരിക്കുന്നതാ, ശുദ്ധീകരണം നടത്തുന്നതാ. അതുപോലെ തന്നെ തീയുടെ പ്രത്യേകത, തീക്ക് നല്ല ചൂടുണ്ട്. ആ തീയിനെ പ്രതിരോധിക്കാനും അതിനെ അതിജീവിപ്പാനുമായിട്ട് നമ്മുടെ ജഡരക്തമുള്ള ശരീരത്തിന് സാധിക്കത്തില്ല. അപ്പൊ അമിതമായ ചൂട് പ്രവഹിപ്പിക്കുന്ന, അതുപോലെ നമുക്ക് വെളിച്ചം തരുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് തീ. സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. കാരണം ഈ തീയെ സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ അധീനതയിൽപ്പെട്ട, ആ ദൈവം സൃഷ്ടിച്ച, നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു ആ തീ. അപ്പൊ ആ തീയിൽ, അങ്ങനെയുള്ള തീയിലേക്ക് വരുന്ന ഏതൊരു ജീവജാലങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള തീയുടെ ഉള്ളിലേക്ക് വരുന്ന ഏത് ജീവജാലങ്ങളായിക്കൊള്ളട്ടെ, പ്രാണികളായിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് അതിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്ത് നശിച്ചു പോകും. കുറെ കൂടി കഴിഞ്ഞാൽ അത് വെണ്ണീറായി ചാരമായിട്ട് തീരും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കുമെന്ന്. നാം ഇന്ന് ഏതെല്ലാം പ്രതിസന്ധികളുടെ ഇടയിലേക്ക് പോയാൽ തന്നെയും നമ്മെ തകർത്ത് കളയാൻ വേണ്ടി പോരാടി നിൽക്കുന്ന ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ തകർത്ത് കളയാൻ സർവശക്തനായ ദൈവം നമുക്ക് തീമതിലായി ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. അത് കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തമാണ്. സർവശക്തനായ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമാണ്. ആ തീയിൽ
ആ തീയിൽ ഇത് നമുക്കെതിരായി നിൽക്കുന്നതെല്ലാം നശിച്ചു പോകുമെന്ന് നമുക്ക് ദൈവത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട്, കർത്താവിൽ നിന്നുള്ള വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അശുദ്ധിയെല്ലാം നീക്കി, മാലിന്യങ്ങളെയെല്ലാം നീക്കി, നമ്മുടെ കറകളെ, കുറവുകളെ എല്ലാം തീർത്ത് ശുദ്ധീകരിച്ചെടുക്കുന്ന ആ തീ അത് അതുപോലെ തന്നെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു തീയുമായിട്ട് മാറുന്നു. നാം എന്നായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, ഏതൊരു അഗ്നിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വന്നാൽ തന്നെയും അവയുടെ ഇടയിൽ തീമതിലായി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവകരം നമ്മോടുണ്ട്. ലോകത്തിനോ, ലോകത്തിലെ ജനത്തിനോ, ലോകത്തിലെ മനുഷ്യർക്കോ, അധികാര സ്ഥാനങ്ങൾക്കോ ഒന്നും തരുവാൻ കഴിയാത്ത വലിയ ഒരു സംരക്ഷണം സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തീമതിലായി മകനെ, മകളെ, മാതാവേ, പിതാവേ, യുവാവേ, യുവതിയെ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ആശ്വാസ വചനം എന്താണ് നമുക്ക് ലഭിക്കാനായിട്ടുള്ളത്? പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഇപ്പോൾ ഏത് തകർത്തപ്പെട്ട അവസ്ഥയാണെങ്കിലും, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാൽ തന്നെയും, നമുക്കറിയാം തീയുടെ അവസ്ഥയിലൂടെ എല്ലാം കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള അവസ്ഥയിലും എല്ലാം ഉണ്ടാകാമെങ്കിൽ തന്നെയും ആ തീയെല്ലാം കെടുത്തി കളഞ്ഞുകൊണ്ട് ആ തീയിൽ വെന്തുപോകാതെ കാത്തു പരിപാലിക്കാൻ തീമതിലായി നമുക്ക് ചുറ്റുമുണ്ട്. ശത്രു നമ്മെ എത്രമാത്രം തകർത്ത് കളയാൻ പോരാടിയാലും ആ പോരാട്ടത്തെ തകർക്കാനായിട്ടൊരു തീമതിലായി സർവശക്തൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ശുദ്ധീകരിക്കുന്ന ഒരു അഗ്നിയുണ്ട്, ആശ്വസിപ്പിക്കുന്ന ഒരു അഗ്നിയുണ്ട്. അതുപോലെ നമ്മെ ദഹിപ്പിച്ച് കളയാത്ത, നമ്മെ നശിപ്പിച്ച് കളയാത്ത ഒരു അഗ്നി നമ്മോട് കൂടെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പൊ നാം ഏതെല്ലാം ഭയപ്പെടുത്തുന്ന അവസ്ഥയിലൂടെ കടന്നുപോയാലും സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൾ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. എത്ര വലിയ സമുദ്രത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നദിയിലൂടെയോ കടന്നുപോയാലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേലെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയുമില്ല. തീയുടെ അവസ്ഥയിലൂടെ നടന്നു പോയാലും നീ വെന്തുപോകുകയില്ല, നീ നശിച്ചു പോകുകയില്ല. കാരണം കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ഒരു സംരക്ഷണ വലയം നമ്മെ പരിപാലിക്കുന്നു, നമ്മെ ചുറ്റി പരിപാലിക്കുന്നു എന്ന് കർത്താവ് നമുക്കൊരു ആശ്വാസം തന്നിരിക്കുക, ഒരു വാഗ്ദത്തം തന്നിരിക്കുക. അതുകൊണ്ട് നീ വെന്തുപോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. തീയുടെ അകത്ത് കടന്നാലും ആ അഗ്നിജ്വാല ദഹിപ്പിക്കാതെ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടും ബലത്തോടും കൂടെ നമുക്കായിരിക്കാം. ആ കർത്താവ് നമ്മെ കാത്ത് പരിപാലിക്കും. ശത്രു എത്രമാത്രം നമുക്കെതിരായി നിന്ന് പോരാടിയാലും ആ പോരാട്ടത്തെ തകർത്തും കളയേണ്ടതിന്, ആ പോരാട്ടങ്ങളെയെല്ലാം തടഞ്ഞു നിർത്തേണ്ടതിന് വേണ്ടി, നമുക്കെതിരായി കൂട്ടം കൂടുന്ന എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് കളയേണ്ടതിന് വേണ്ടി തീമതിലായി സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട്, എന്നോടുകൂടെ ഉണ്ട്, നിങ്ങളോടുകൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഭാരപ്പെടേണ്ടുന്ന കാര്യമില്ല. തീയുടെ ഉള്ളിൽ കടന്നാലും ആ തീ നമ്മെ ദഹിപ്പിച്ച് കളയത്തില്ല. ശത്രു നമ്മെ തകർത്ത് കളയാനായി നമ്മുടെ ഇടയിലേക്ക് വന്നാലും ഒരു തീമതിലായി നമ്മോട് ചുറ്റും കർത്താവ് ഉള്ളത് കൊണ്ട്, സർവശക്തനായ ദൈവം ഉള്ളത് കൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും. പ്രത്യാശയോടെ നമുക്കായിരിക്കാം, വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ ആയിരിക്കാം. ഏത് പ്രതിസന്ധിയാണെങ്കിൽ തന്നെയും, എന്നാൽ തീർക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ തന്നെയും, ഹൃദയത്തിൽ തോന്നാമെങ്കിൽ തന്നെ, അവയുടെ ഇടയിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന, തീമതിലായി നമ്മെ ചുറ്റീകരിക്കുന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഉത്തരം നൽകും, നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മുടെ ആ പ്രാർത്ഥനകളുടെ മേലെ ഉത്തരം നൽകി നമ്മെ വിടുവിക്കുമാറാകട്ടെ. തീമതിലായി നമ്മോടുകൂടെയുള്ള ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ.